ഹായ് വ്യൂവേഴ്സ്, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യൂ കേട്ടോ. നമ്മൾ പുതിനയെല്ലാം പറിക്കാൻ പോവാണ് കുറച്ച്. ഓക്കെ, വീട്ടിൽ ഒരു തൊട്ടിയിൽ വളർത്തിയതാണ്. അതിന്ന് കുറച്ച് പുതിനയില, പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി വേണം. മല്ലിയില എല്ലാം പറിച്ച് കുറവേ ഉള്ളൂ കേട്ടോ, എന്നാലും അത് എടുത്തിട്ട് ഞാൻ പിന്നെയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി 4 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി, എൻ്റെ ചെറുതാണ്. പിന്നെ ഒരു ഉള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്. ഓക്കെ, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ നമ്മൾ ആദ്യം ഒരു മിക്സി ജാർ എടുത്തിട്ട് ആദ്യം പുതിന ഇടുക. പുതിന പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും കേട്ടോ, ഒരു കറക്കി കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങിക്കോളും. സോ അതിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇടുക. പുളീനെ നമ്മളൊന്ന് പീസാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോൾ വേഗം അരഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ 2 പച്ചമുളക് നിങ്ങൾക്ക് എരിവിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇഞ്ചി, ദെൻ അത് കഴിഞ്ഞ് ഒരു തക്കാളി ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി മിക്സിയിൽ ഇട്ട് നല്ലോണം പേസ്റ്റാക്കി അതിനെ റെഡിയാക്കി മാറ്റി വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഇടികല്ലിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു പേസ്റ്റാക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നല്ലോണം അതിനെ പേസ്റ്റാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബിരിയാണി അരി അല്ലെങ്കിൽ ജീരകശാല അരി 2 കപ്പാണ് എടുക്കണം. 4 പേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ. അത് കഴുകി റെഡിയാക്കി വയ്ക്കുക. ഒരു കുക്കറിൽ 1 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ എണ്ണ, രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് 4 പട്ട, ഗ്രാമ്പു, ഒരു ബിരിയാണി ഇല, ദെൻ ഏലക്ക, അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം. ഓക്കെ, ഇതെല്ലാം കൂടി ഇട്ട് നന്നായി വഴയുമ്പോൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി, അത് കഴിഞ്ഞ് പച്ചമുളക് എല്ലാം കൂടി നല്ലോണം വഴന്ന് കഴിയുമ്പോൾ നമ്മൾ അരച്ച പുതിനയുടെ പേസ്റ്റ് അതിനെ ഇട്ട് കൊടുക്കുക. പിന്നെ അത് മൂത്ത് കഴിയുമ്പോൾ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഇതിൽ വേറെ പച്ചക്കറിയോ അങ്ങനെ ഒരു സാധനങ്ങളും ഇല്ലല്ലോ. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് തിള വരുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരണം കേട്ടോ. ഞാൻ ഇതിലൊരു വിസിലേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ 2 വരണം. നല്ല അടിപൊളി കുഷ്ക ബിരിയാണി തയ്യാർ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എന്തിൻ്റെ കൂടെ, അതായത് നമുക്ക് സലാഡോ പപ്പടോ എന്തെങ്കിലും വെച്ച് കഴിക്കാം.